there's an open way, I'll just run while everything else fades and turns to dust. We're searching to find a way from here. We'll follow our souls into the night. Let's disappear, 'cause wherever we go, love is on our side. Love is on our side. Love is on our side. Rolling like the waves and crash the sand. With every word you say, in faith we stand. Rising like flames through clouds of smoke, reaching new heights. We'll breathe in the sun and feel the glow, like we're touching the sky. Love is on our side. ഭൂമിയിലും മനുഷ്യരുടെ സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെപ്പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ച് നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാറിയ യോസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ പ്രാർത്ഥനകളും ആകാംക്ഷകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവം എന്നെയും അനുഗ്രഹിക്കട്ടെ.
ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. This truth, these words that we have spoken, giving purpose to the hope that we have found. There's proof in the days that lay before us, finding meaning in these moments playing out. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. The story comes together. Beauty lives in every chapter. We feel it now, and nothing could be better. You and me, chasing down forever after. Forever after, chasing down forever
നവവധൂവരന്മാർക്ക് വിവാഹത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ഈ രണ്ട് വൈദികരും വർഗീസാണ്. മംഗലശ്ശേരി അച്ഛൻ കവരപ്പറമ്പ് പള്ളിയിലെ വികാരിയാണ്. സുജിത്ത് കൊച്ചുപറമ്പിലച്ഛൻ സലേഷ്യൻ സഭയിൽ അംഗമാണ്. അദ്ദേഹം ഡൽഹിയിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. വർഗീസിന് എല്ലാ ആശംസകളും അറിയിക്കണമെന്ന് ആശ്രമത്തിൽ എല്ലാ അച്ഛന്മാരും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഇടവകയിൽ സജീവമായി പ്രവർത്തിക്കുകയും കുട്ടികളെ പരിശീലിപ്പിക്കുന്ന രംഗത്തുമൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹവും അതുപോലെ തന്നെ ജെയിംസ് സാറുമൊക്കെ. അതുപോലെ തന്നെ ഏഞ്ചൽ മേരിക്കും പ്രത്യേകം സ്വാഗതം. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും സ്വാഗതം അരുളുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. റിജോയ്ക്കും ഏഞ്ചൽ മേരിക്കും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. ഇവരെ ദൈവസന്നിധിയിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഇവർ ഇന്ന് ആരംഭിക്കുന്ന പുതിയ കുടുംബജീവിതം സന്തുഷ്ടവും സമാധാനപരവുമായ കുടുംബജീവിതമായി മാറട്ടെ എന്ന് നമുക്ക് ഏവർക്കും ആശംസിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കുചേരുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്തി
പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയായിക്കത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ ഒന്ന് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിനും നന്മയ്ക്കും വേണ്ടി ഈ കുദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും ഹൃദയത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലെങ്കിൽ പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മന്ദിരവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈസമുളകൾ പോലെ ആയിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഹീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുപിടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നല്ല ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായി തീരട്ടെ. കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. എൻ്റെ
എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതായകവും ദൈവികവുമായ കൽപ്പനയുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താൽ അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും എഫെസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം തിരുവചനങ്ങൾ 20 മുതൽ. മിശിഹാ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവേൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവേൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവേൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിന് വേണ്ടിയത്രേ. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
കൃപകൾ നിറയും വയലുകളെ നീരമായി നിലമൊരുക്കിടാ. വചനം വിതച്ച് ഹൃദയം നിറച്ചു നൂറുമേനി ഫലമേകാ. ആകാശസീമയിൽ നിറയും ഈശോതൻ തിരുവചനം. ഭൂവന സൃഷ്ടികളൊന്നായി പാടും ശാന്തിയേകും തിരുവചനം. ആകാശസീമയിൽ നിറയും ഈശോതൻ തിരുവചനം. ഭൂവന സൃഷ്ടികളൊന്നായി പാടും ശാന്തിയേകും തിരുവചനം. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ 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 പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടി, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. 2 തിരുവചനങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലിയായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ആകർഷകരായിരിക്കുന്ന റിജോ ഏഞ്ചൽ മേരി, ആദ്യമായി തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന വൈദികരുടെ പേരിലും കൺഗ്രാജുലേഷൻ നൽകുകയാണ്. വിവാഹം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കുദാശയാണ്, ദൈവത്തിൻ്റെ വിളിയാണ്. ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് ഇന്ന് ഈ ദേവാലയത്തിൽ നമ്മുടെ എല്ലാം മധ്യേ ഒരു കുടുംബജീവിതം ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെന്ന് പ്രകടമാക്കിക്കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരാകാൻ പോകുന്ന റിജോ എന്ന് വിളിക്കുന്ന വർഗീസും ഏഞ്ചൽ മേരിയും അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ആലോചിച്ച് ദൈവം അവർക്ക് പരസ്പരം കാണിച്ചു കൊടുത്ത വ്യക്തികളെ സ്വീകരിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ സമ്മതമെന്ന് ഈ അൾത്താരെ മുമ്പിൽ നിന്ന് പറയുവാനായിട്ട് നമ്മയെല്ലാം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവർ പറയാൻ പോവുകയാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മളൊക്കെ പരിചയമുള്ളതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം ലോകവും അതിലുള്ള സകലവും സൃഷ്ടിച്ചു. അവസാനം
തൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതായിട്ട് എഴുതുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പം ആദം ഒറ്റയ്ക്കായതുകൊണ്ട് ദൈവം പറയുകയാണ്, നീ ഏകനാണ്, നിനക്ക് തുണയായിട്ട് ഞാൻ നിനക്കൊരു തുണയെ തരാം. അങ്ങനെ നമുക്കറിയാം, വചനത്തിൽ പറയുന്നത് പോലെ ആദത്തിൻ്റെ വാരിയലെടുത്ത് ഹവ്വായെ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ തുണയായിട്ട് ആദത്തിന് തുണയായിട്ട് ഹവ്വായെ കൊടുക്കുകയാണ്. റിജോയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ നമുക്കറിയാം, നാളിതുവരെ സ്വന്തമായിട്ട് തൻ്റെ മാതാപിതാക്കളോടും തൻ്റെ സഹോദരിയും അവരുടെ കുടുംബത്തോടും ഒക്കെ ഒത്ത് അടിച്ചു പൊളിച്ചങ്ങോട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവം അങ്ങ് കടന്നു വരിക. ദൈവം വന്നിട്ട് പറയാ, റിജോ, നീ ഒറ്റയ്ക്കായിരിക്കുന്നത് ഉചിതമല്ല. നിനക്ക് ഇണങ്ങിയതും നിന്നോട് ചേർന്ന് പോകുന്നതുമായ ഒരു ഇണയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങ് അകലെ പത്തനംതിട്ട അപ്പുറത്ത് ഏഞ്ചൽ മേരി എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെയായിരുന്നു ഏഞ്ചൽ മേരിയെ സംബന്ധിച്ചിടത്തോളം. ദൈവം വന്ന് പറയുകയാണ്, നീ ഒറ്റയ്ക്കായിരിക്കുന്നത് നല്ലതല്ല, നിന്നെ സംരക്ഷിക്കുവാനും നിനക്ക് തുണയുമായിട്ട് റിജോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതാ ഇവിടെ ഈ തോട്ടകം ഏരിയയിൽ. അങ്ങനെ ദൈവം നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിച്ചേർക്കുകയാണ്. ദൈവമാണ് നിങ്ങളെ രണ്ടുപേരെയും വിളിച്ച് പരസ്പരം ബന്ധിതരാകുവാനായിട്ട്, വിവാഹമെന്ന കുദാശയിലൂടെ ബന്ധിതരാകുവാനായിട്ട് നിങ്ങളോട് ആഹ്വാനം ചെയ്യുക. ദൈവം നൽകിയ ഈ തുണകൾ ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് സന്തുഷ്ടമായൊരു ജീവിതം കാഴ്ചവെക്കുവാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അത് തന്നെയാണ്. നിങ്ങളിവിടെ ആരംഭിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സഖ്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയോട് നോക്കിക്കൊണ്ട് വിശുദ്ധ ബൈബിള് സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങളെടുക്കുന്ന പ്രതിജ്ഞ നിത്യമായിട്ട് ജീവിതാന്ത്യം വരെ നിൽക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കെ.എൻ. റോയി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു പുസ്തകം ഇരുളും വെളിച്ചവും എന്ന് പറയുന്നുണ്ട്. ആ പുസ്തകത്തിലൊരു കഥ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ അവസരത്തിൽ അത് ഉചിതമാണെന്ന് തോന്നുന്നു. അതിപ്രകാരമാണ്, രണ്ട് ചെറുപ്പക്കാർ, ഒരു പയ്യനും ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ പ്രണയത്തിലായി. അവർക്ക് വിവാഹിതരാകണം. പക്ഷേ കുടുംബങ്ങൾ സമ്മതിക്കുന്നില്ല. അവരുടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾ അതിന് തടസ്സം നിൽക്കുകയാണ്. അവസാനം അവർ രണ്ടുപേരും ഒരു ദേവാലയത്തിൽ ചെന്ന് ആ ദേവാലയത്തിലെ വികാരിയച്ഛനോട് പറഞ്ഞു, നോക്കിക്കേ, ഞങ്ങൾ രണ്ടുപേരും പ്രേമത്തിലാണ്, ഞങ്ങൾക്ക് വിവാഹിതരാകണം, മാതാപിതാക്കൾ തടസ്സം നിൽക്കുകയാണ്, അച്ഛൻ ഇടപെട്ട് ഈ വിവാഹം നടത്തി തരണം. അച്ഛൻ പറഞ്ഞു, തീർച്ചയായിട്ടും മാതാപിതാക്കളെ വിളിച്ച് ഞാൻ സംസാരിച്ച് കഴിയുന്നത് ഞാൻ ചെയ്തു തരാം. അവർക്ക് സന്തോഷമായി. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ ഒരു ചെറിയ കാര്യം കൂടി ഞങ്ങൾക്ക് ചെയ്തു തരണം. ഇവിടെയാണ് പ്രധാനപ്പെട്ടത്, ശ്രദ്ധിക്കുക. ഒരു ചെറിയ കാര്യം കൂടെ ചെയ്തു തരണം. അച്ഛൻ ചോദിച്ചു, ഇത് എന്നാ നിനക്ക് വേണ്ടത്? അതെ, നമ്മൾ പ്രതിജ്ഞ എടുക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഇന്ന് മുതൽ മരണം വരെ എന്നാണ് പറയണേ. അവിടെ ഒരു ചെറിയ തിരുത്ത് വരുത്തിക്കൊണ്ട് ഇന്ന് മുതൽ ഞങ്ങളുടെ സ്നേഹം നിലനിൽക്കുന്നതെന്ന് വരെ ഒന്നാക്കി തരണം. തിരിഞ്ഞല്ലോ സംഭവം അല്ലേ? അപ്പോൾ റിജോ, ഇന്നു മുതൽ സ്നേഹം നിലനിൽക്കുന്നവരെയാണോ അതോ ജീവിതാന്ത്യം വരെയാണോ? ഏഞ്ചൽ മേരി എന്നുവരെയാ? ജീവിതം വരെ. സോ അതാണ് ആ കഥയുടെ സാരാംശം. അതായത് ഇന്ന് മുതൽ നിങ്ങളുടെ തമ്മിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരാം. അവിടെ വെച്ച് പിരിയാനല്ല ഇവിടെ ഒന്നിക്കുന്നത്. ജീവിതാന്ത്യം വരെ നിലനിൽക്കാനായിട്ട്, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും നിലനിന്ന് പോകുവാനായിട്ടുള്ള ഒരു ബന്ധമാണ് വിവാഹം എന്ന കുദാശ. പ്രിയ സഹോദരങ്ങളെ, ആ യാത്രയിൽ, വിവാഹമെന്ന ആ കുടുംബജീവിതത്തിൻ്റെ യാത്രയിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളുണ്ടാകും. തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. എല്ലാ ആശംസകളും നേർന്നാലും അതെല്ലാം യാഥാർത്ഥ്യമാണ്, അതെല്ലാം സ്വാഭാവികമാണ്. അവിടെയും നിലനിൽക്കണമെങ്കിൽ
ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മൾ കാനായിലെ കല്യാണ വിരുന്നിലെ സുവിശേഷ ഭാഗമാണ് വായിച്ചു കേട്ടത്. ആ കുടുംബത്തിൽ ആ വിവാഹവേളയിലുണ്ടായ ആ പ്രതിസന്ധിയിൽ അവിടെ താങ്ങും തണലുമായി കടന്നു ചെന്നത് പരിശുദ്ധി അമ്മയാണ്. പരിശുദ്ധി അമ്മയുടെ അഭ്യർത്ഥന മൂലമാണ് യേശു അവിടെ തൻ്റെ ആദ്യത്തെ അത്ഭുതം ചെയ്യുക. എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാവുന്ന ക്ലേശങ്ങളിലും ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും നിങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കാൻ പോകുന്നത് പരിശുദ്ധി അമ്മയും ഈശോയുമാണ്. ഈശോയെയും പരിശുദ്ധ അമ്മയെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായാലും അതെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തിയും കരുത്തും ലഭിക്കുമെന്ന് പ്രത്യാശിക്കാം, വിശ്വസിച്ച് ജീവിക്കാം. അതാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് അഭ്യർത്ഥിക്കുക. ദൈവത്തെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നിങ്ങൾ ആരംഭിക്കുന്ന ഈ വിവാഹ ജീവിതം മുന്നോട്ട് പോകട്ടെ. അവിടെ എല്ലാ തടസ്സങ്ങളും നീക്കി അതെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തിയും കരുത്തും തമ്പുരാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കൂദാശ വഴി ബന്ധിതരാകുന്ന വർഗീസിനും ഏഞ്ചൽ മേരിക്കും വേണ്ടി കർത്താവേ, ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവചനமான ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായി കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹബന്ധത്തിന്റെ അവൈധതയെപ്പറ്റി പഠിപ്പിച്ച മിശിഹായി പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി നിന്റെ സഹായത്തിൽ ആശ്രയിച്ചു, ദിവ്യ സാന്നിധ്യം അനുഭവിച്ചു, പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കുക. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടെ പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മങ്ങൾ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രിയ സഹോദരരെ, വർഗീസും ഏഞ്ചൽ മേരിയും വിവാഹമെന്ന കൂദാശയാൽ ഇപ്പോൾ ബന്ധിതരാകുകയാണ്. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കും ഈ സമയം പുരോഹിതനോട് ചേർന്ന് ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷനെ ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി ഞങ്ങൾ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും റിജോ എന്ന് വിളിക്കുന്ന വർഗീസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും
പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഏഞ്ചൽ മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ഏഞ്ചൽ മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റിജോ എന്ന് വിളിക്കുന്ന വർഗീസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ വിവാഹോടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുക. രണ്ടുപേരും. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ താലിവഞ്ചരിപ്പാണ്. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതരായിരിക്കുന്ന കുരിശവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. തിരുമണവാട്ടിയായ വിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മണ്ണിനി വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാ പിതാവും കന്യാംബികയും ഓമേൽ സുതനാമീശോയും യോസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാം ഈശോയും കുടുംബമായി യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ
പട്ടണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോടു ചേരുക, കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക. വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് പ്രതിജ്ഞ എടുക്കുക. സുവിശേഷം സാക്ഷിയാക്കി, ബൈബിൾ സാക്ഷിയാക്കി ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുകയാണ് ഇന്ന് മുതൽ മരണം വരെ അവർ ഒന്നിച്ച് ജീവിക്കാമെന്ന്. നമുക്കെല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെടുക്കുന്ന പ്രതിജ്ഞ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്നത് ഏറ്റുചൊല്ലുക രണ്ടുപേരും. ഇന്നു മുതൽ മരണം വരെയും സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ശക്തനായ ദൈവമേ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവൾ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷണവുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗമികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകിയ മക്കളെ സന്തോഷമായി സ്വീകരിക്കുവാനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. കാഴ്ചയിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേക. അൾത്താരമുന്നിലായി ഇടുന്നു എൻ ജീവനെ, എൻ ജീവനാഥ. തിരുമുമ്പിലേകുന്നു കാണിക്കയാ. നിൻ സ്നേഹബലിയോടു ചേർക്കണമേ, എന്നെ നീ സ്വന്തമാക്കണമേ. ഇന്നു യാഗമേക.
സ്നേഹം കനിവാർന്നു നൽകണമേ. കാഴ്ചയിതാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാം. അൽത്താരമുന്നിലായിടുന്നു എൻ ജീവനിൽ എൻ ജീവനാഥ. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയായിരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമോർത്തിയിടാം. പാവനമേ ബലി മനസ്സിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. ശത്രുതയില്ല നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. ഹൃദയമൊരുക്കാതനു നിത്യം നിറയാം ആത്മാവാ. ദിവ്യരഹസ്യം നിതരാം ഉൾക്കൊള്ള.
ജീവനും കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശ്വരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായ വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് പ്രകീർത്തിക്കാം. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ഈശോയും ഞാനും ഒന്നായി ചേരും ആത്മാവിനാനന്ദമീ വേളയിൽ എന്നുള്ളിൽ വാഴുന്ന ജീവന്റെ നാഥനെ അപ്പത്തിൻ രൂപത്തിൽ വന്നിടണേ. കാരുണ്യരൂപനാ സ്നേഹത്തിൻ
ഹൃദയത്തിൽ ആനന്ദമായി നീ വരും. യേശുവേ എന്നിലൊന്നാകണേ മമ ജീവന്റെ ആത്മാവേ നീ. വാവായൻ സ്നേഹമേ കൃത്തിയിലുൾച്ചേരണേ തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ. വാവായൻ യേശുവേ എന്നിലൊന്നാകണേ മമ ജീവന്റെ ആത്മാവേ നീ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനയ്ക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായി ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മറൗസേപ്പിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കും. സമാപനാശീർവാദത്തിന് മുമ്പായിട്ട് ഞങ്ങൾ വൈദികരുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും റിജോയ്ക്കും ഏഞ്ചൽ മേരിക്കും വിവാഹദിന ആശംസകൾ നേരുന്നു. നല്ലവനായ ദൈവം നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതം അവിടുത്തെ സംരക്ഷണയാൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവം താങ്ങും തണലുമായി നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളോട് ഒത്തുചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും മറ്റെല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ എന്നും നിങ്ങളുടെ രണ്ടുപേരുടെയും മധ്യേ ഉണ്ടായിരിക്കട്ടെ. സമാപനാശീർവാദം. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശദീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങനെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ.
to this beautiful wedding reception. Thanks to the Almighty for this wonderful day. In this special occasion, I would like to invite all of you to this function. Let's all give our warmest welcome to them, the reason we're here today. Please rise and put your hands together for the bride and groom. I welcome Varghese, Rito Devel, and Angel Chichi together with their families on stage. They are united by the love of God. Congratulations from all of us as we start together this new journey in your life. The Holy Bible says, in the book of Genesis, the Lord God said, "It is not good for a man to be alone. I will give him a suitable companion." So both these families deserve and are indeed meant to be together. One more time, let's give them a round of applause to express our joy in this heavenly union of these two moms and families.
വിശുദ്ധ മത്തായി എഴുതി നമ്പർ ആവശ്യമിശിഹായുടെ പരിസ്ഥിതി സുവിശേഷം. മണവാളിനെ എതിരേൽക്കാൻ വിളക്കുകളുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സദൃശമാകുന്നു സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും
5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകവതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി, ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു. പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവിൻ. കന്യകമാരെല്ലാം ഉണർന്നെണീറ്റ് വിളക്കുകൾ എണ്ണ കരുതി ഒരുങ്ങി നിന്നവർ അദ്ദേഹത്തോടൊപ്പം വിളക്ക് തെളിച്ച് മംഗല്യാഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹം എന്ന കൂദാശയിൽ ഞങ്ങളെ ഞങ്ങൾ ഒന്നിച്ചതിന് അങ്ങോട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന് അവബോധം ഞങ്ങളിൽ ശ്രദ്ധ വളർത്തണമേ. ഞങ്ങളിൽ അന്യോന്യം സമർപ്പിച്ചും പ്രചോദിപ്പിച്ചതും പോരായ്മകൾ ക്ഷമിച്ചും തച്ചിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ധൈര്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ ശുദ്ധരായി വ്യാപരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതബന്ധത്തിൽ അങ്ങയെ നേരിൽ കണ്ടു നന്ദിയാക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തകർത്തിൻ്റെ നാഥ ഉണ്ണിച്ചും മാതാവേ,